ഹലോ, അപ്പം നമുക്കിന്നൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ റെസിപ്പി നോക്കാം. 2 കപ്പ് മൈദ ഇടുക ഒരു പാത്രത്തിലേക്ക്. 1/2 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ്, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുഴക്കാൻ വേണ്ടി 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1 വലിയ സ്പൂൺ വെജിറ്റബിൾ ഓയിലും ചേർത്തിട്ടുണ്ട്. ഇതിനി മൈദയിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. എല്ലാം കൂടി ഒന്നിച്ചാവുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്യുന്നത് നിർത്താം. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് അടച്ചു വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേ നേരമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഒരു 1-1.5 മിനിറ്റ് ഇതിങ്ങനെ മടക്കി കുഴച്ചെടുക്കാം. ഇപ്പോൾ രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും സാധനം രാത്രി ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക. ബാക്കി ബേക്കിംഗ് ട്രേയിലേക്ക് ഇടുന്നത് മുതൽ രാവിലെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ അരമണിക്കൂർ പുറത്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാനിത് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കുക. നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ആ പാത്രത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കൊരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇതിപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് വിരലിൽ വെള്ളമാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വരാനും നല്ല ഹോൾസ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഒന്നുകൂടി ഒരു 3/4 മണിക്കൂർ അടച്ചു വെക്കുന്നുണ്ട്. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത്. കുറച്ച് ഉപ്പും ഇതിൻ്റെ മുകളിലേക്ക് വെതറി കൊടുക്കുന്നുണ്ട്. ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു 170 ഡിഗ്രിയിൽ. ഇപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റാം. അരമണിക്കൂറാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കൂടെ തന്നെ കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബ്രെഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ വിട്ട് വരും. ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. ഇതാ കണ്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം ഞാൻ പ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും സാധനങ്ങളുടെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.